السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിൽ നിന്ന് കിതാബു സിയാമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട് 5 ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ആറാമതായി അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള കിതാബു സിയാമിൽ കൊണ്ടുവന്ന ഹദീസ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال: من نسي وهو صائم فأكل أو شرب فليتم صومه فإنما أطعمه الله وسقاه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ നസിയ, ആരെങ്കിലും മറന്നുപോയി, വഹുവ സായിമുൻ, അയാളാകട്ടെ നോമ്പുകാരനുമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരനായിരിക്കെ ഒരാൾക്ക് മറവി സംഭവിച്ചു. ഫഅകല ഔ ശരിബ, അങ്ങനെ ആ വ്യക്തി ഒന്നല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു, അതല്ലെങ്കിൽ വെള്ളം കുടിച്ചു. ഫൽയുതിമ്മ സൗമഹു, അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അയാളെ ഭക്ഷിപ്പിച്ചതും കുടിപ്പിച്ചതും. സഹോദരങ്ങളെ, ഈ ഹദീസ് മറവിയുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണ് വിവരിക്കുന്നത്, അറിയിക്കുന്നത്. അഥവാ നോമ്പുകാരനായിരിക്കെ ഒരാൾ മറന്നുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ട തിന്നലോ കുടിക്കലോ ചെയ്തു. മറവി എന്നത് മനുഷ്യ സഹജമാണ്. ഒരാൾ സ്വബോധത്തോടുകൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും മറന്നുകൊണ്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാം, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. അതൊരു പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്ന, നീ ഞങ്ങളെ പിടികൂടരുതേ, അതല്ലെങ്കിൽ നീ ശിക്ഷിക്കരുതേ, ഇൻ നസീന ഔ അഖ്തഅന, നമ്മൾ മറന്നുകൊണ്ട് വല്ലതും ചെയ്തു പോയാൽ, അതല്ലെങ്കിൽ നമുക്ക് അബദ്ധം പിണഞ്ഞു പോയാൽ, അബദ്ധം സംഭവിച്ചു പോയി, ഇങ്ങനെ ഒരു അവസരത്തിൽ റബ്ബേ നീ ഞങ്ങളെ പിടികൂടരുതേ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. ഈ ആയത്ത് അതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, ഇതൊരു മുഅ്മിൻ പറഞ്ഞാൽ, പാരായണം ചെയ്താൽ, പ്രാർത്ഥന രൂപത്തിൽ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു.
അഥവാ ആ പ്രാർത്ഥന, ആ ചോദ്യം സ്വീകരിച്ചിരിക്കുന്നു. മറന്നുകൊണ്ടോ അബദ്ധം കൊണ്ടോ ഒരാൾ വല്ല തെറ്റും ചെയ്തു പോയി, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് മറന്നുകൊണ്ട് നോമ്പുകാരനായിരിക്കെ ഒരാൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ എന്താണ് അതിന്റെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുതിമ്മ സൗമഹു, അയാൾ തന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നോമ്പ് നിർബന്ധമാവട്ടെ, സുന്നത്തായ നോമ്പാവട്ടെ, ഈ നിയമം ബാധകമാണ്. ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു നോമ്പുകാരനായിരിക്കെ, അയാൾ കൂടുതൽ പിന്നെ തിന്നുകൊണ്ട് അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്റെ നോമ്പ് ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് അയാൾക്ക് തന്റെ നോമ്പ് പൂർത്തീകരിക്കാവുന്നതാണ്. അബദ്ധത്തിൽ സംഭവിച്ചു പോകും, മറന്നുകൊണ്ട് ചിലപ്പോൾ വെള്ളമെടുത്ത് കുടിച്ചു പോകും, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കെ ചിലപ്പോൾ സാധാരണ രുചി നോക്കുന്നത് പോലെ എടുത്ത് രുചി നോക്കും, അല്ലെങ്കിൽ പൊതുവെ എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് പൊടുന്നതിനെടുത്ത് തിന്നുപോകും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. ഇങ്ങനെ സംഭവിച്ചു പോവൽ മനുഷ്യ സഹജമാണ്. എത്രത്തോളം ചില ആളുകൾ എഴുന്നേറ്റ് സാധാരണ പല്ല് തേച്ച് എന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക വരെ ചെയ്യാറുണ്ട്. നോമ്പാണെന്ന് ഒരുപക്ഷെ മറന്നുപോകും. അങ്ങനെ മറവി സംഭവിച്ച് ഒരാൾ നോമ്പ് മുറിയുന്ന ഈ പണിയിൽ ഏർപ്പെട്ടാൽ അള്ളാഹു അയാളുടെ നോമ്പ് ഫസാദാക്കി കളയുകയില്ല. സഹോദരങ്ങളെ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹു അവന്റെ അടിമകളായ മുഅ്മിനീങ്ങളായ നമുക്ക് നൽകിയ വലിയ അവന്റെ ഔദാര്യമാണിത്. ഒരു ദിവസം മുഴുവനും പിന്നെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഏതായാലും പോയി എന്ന നിരാശ ഒരാൾക്ക് വേണ്ടതില്ല. മറിച്ച് അയാൾ തന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അയാൾ ഈ തിന്നതും കുടിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അയാൾക്ക് അത് നൽകിയിട്ടുള്ളത്. ഒരാൾ നോമ്പുകാരനായിരിക്കെ ഇങ്ങനെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്, മറന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നാണത്. അള്ളാഹുവാണ് അയാളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മസ്അല, ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കുക. ഇതിലെ ഗുണപാഠം എന്താണ്? മറവി സംഭവിച്ചുകൊണ്ട് നോമ്പുകാരനായിരിക്കെ ഒരാൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ നോമ്പ് പൂർത്തിയാക്കണം. അയാൾ നോമ്പുകാരൻ തന്നെയാണ്. മറന്നുകൊണ്ട് ആ ചെയ്ത കാര്യം അള്ളാഹു അയാൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. മാത്രമല്ല അള്ളാഹു ആണ് അയാളെ തിന്നിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മസ്അല ഉള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നോമ്പുകാരനായിരിക്കെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നത് വേറൊരാൾ കാണുകയാണ്. നമ്മൾ വീട്ടിൽ സഹോദരനോ സഹോദരിയോ ഉമ്മയോ വാപ്പയോ ആരെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹുവാണ് തിന്നുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തിന്നാ വിടണോ? അല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അയാളെ ഉണർത്തണം, നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഒരാൾ സംഭവിച്ചു പോയാലാണ് എന്ത് അള്ളാഹു തിന്നിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ വേറൊരാൾ അതിലേക്ക് എത്തുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തു വേണം? ഉണർത്തണം. അയാളോട് പറയണം, നോമ്പുകാരനാണ് എന്ന് പറയണം. അതൊരു മസ്അലയാണ്. ചിലപ്പോൾ നമ്മളങ്ങനെ കാണും, ഈ ഹദീസ് വന്നത് പ്രകാരം അള്ളാഹുവാണ് തിന്നിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ ഒരാൾ ഒരു അബദ്ധം ചെയ്യുമ്പോൾ അയാളുടെ കൈ പിടിക്കുക, അയാളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നത് ദീനിന്റെ പൊതു നിയമമാണ്, പൊതു താല്പര്യമാണ്. അപ്പം അതുകൊണ്ട് അതൊരാൾ ചെയ്യണം. ഈ ഹദീസിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, മറന്നുകൊണ്ട് ഒരാൾ
ഫഅകല ഔ ശരിബ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. തിന്നുകയോ കുടിക്കുകയോ ചെയ്തു. തിന്നലും കുടിക്കലുമല്ലാത്ത മറ്റേതെങ്കിലും കാര്യം, ഉദാഹരണത്തിന് ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, മറന്നുകൊണ്ട് റമദാനിന്റെ പകലിൽ സംഭവിച്ചു. അയാൾക്ക് ഈ നിയമം ബാധകമാണോ അല്ലയോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇത് പൊതു നിയമമാണോ? ഈ മറവി എല്ലാ കാര്യത്തിനും ഉൾപ്പെടുമോ? അതല്ല തിന്നലും കുടിക്കലും മാത്രമാണോ ഈ ഹദീസിന്റെ പ്രകടമായ വാക്കുകൾ പോലെ അത് മാത്രമാണോ എന്ന് ചർച്ചയുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിന്റെ ബാഹ്യമായ ആശയപ്രകാരം ഫഅകല ഔ ശരിബ, തിന്നു അല്ലെങ്കിൽ കുടിച്ചു, ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമാത്രമാണ് ഇവിടെ ഉദ്ദേശം. വേറെ വല്ലതും ഒരാൾ മറന്നുകൊണ്ട് ചെയ്തു പോയാൽ അത് ഇതിൽ പെടുകയില്ല എന്നതാണ് ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. ആ വിഭാഗം തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. അതേ കാര്യത്തിൽ ഇത് തിന്നലും കുടിക്കലിനും മാത്രമാണ് ബാധകം എന്ന് ഹദീസ് ബാഹിറായി വന്നതുകൊണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു. അതോടൊപ്പം രണ്ടാമതായി പറഞ്ഞു, മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അസംഭവ്യമാണ്, അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം രണ്ടു ഭാഗത്തു നിന്നും മറവി എന്നത് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഒരാൾ മറന്നുപോകും, മറ്റേയാൾ മറന്നു പോവാൻ സാധ്യതയില്ല. അതുകൊണ്ട് രണ്ട് കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഫഅകല ഔ ശരിബ, തിന്നു അല്ലെങ്കിൽ കുടിച്ചു, ഈ കാര്യത്തിന് മാത്രം ബാധകമാണ്, മറ്റൊന്നും ഇതിൽ കൊണ്ടുവരാൻ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ അഭിപ്രായം എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. എല്ലാം ഉൾക്കൊള്ളും, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. ഈ പറഞ്ഞ കാര്യം വരെ ഒരാൾ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഭാര്യയുമായി, അതും ഈ പറഞ്ഞ ഹദീസിൽ ഉൾക്കൊള്ളും. കാരണം പൊതുവായി വന്ന തെളിവ് അറിയിക്കുന്നത് എന്താണ്? റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നുപോയാലോ നമുക്ക് അബദ്ധം സംഭവിച്ചു പോയാലോ നീ ഞങ്ങളെ പിടികൂടരുതേ, ശിക്ഷിക്കരുതേ. ഒരാൾക്ക് മറന്നുകൊണ്ട് സംഭവിച്ചു എന്നത് നോമ്പ് മുറിയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ബാധകമാണ്. ഇപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തിന്നലും കുടിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൽപ്പെടും. വല്ലാഹു അലം. പണ്ഡിതന്മാർ പറഞ്ഞു ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. മറന്നുകൊണ്ട് ഒരാൾ നോമ്പ് മുറിയുന്ന ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അയാൾ ഫല്യുത്തിമ്മ സൗമഹു, തന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അയാൾ തന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ല, ഇമാം അബു ഹനീഫ റഹിമഹുല്ല, അഥവാ ശാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബും, അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അഭിപ്രായം ലാ ഖളാഅ അലൈഹി വലാ കഫാറ. റമളാനിന്റെ പകലിൽ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഖളാ വീട്ടുകയും വേണ്ട, കഫാറത്ത് കൊടുക്കുകയും വേണ്ട. ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ മദ്ഹബ് അഥവാ മാലിക്കി മദ്ഹബിലെ അഭിപ്രായം അലൈഹിൽ ഖളാ ദൂനൽ കഫാറ. ഈ വ്യക്തിയുടെ മേൽ ഖളാ ഉണ്ട്, അയാൾ ഖളാ വീട്ടണം, പക്ഷെ അയാൾക്ക് കഫാറത്തില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ മദ്ഹബ്, അതുപോലെ വാഹിരിയ മദ്ഹബ് എന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഹദീസ് തെളിവുകൾ പുറമേ നിന്ന് പ്രകടമായി കാണുന്നത് മാത്രം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ അഭിപ്രായം അയാൾക്ക്
ഖളാഉമുണ്ട് കഫാറത്തുമുണ്ട് എന്നുള്ളതാണ്. ആ ഖളാ കൂട്ടണം, പ്രായശ്ചിത്തം ചെയ്യുകയും വേണം. ഇതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. ഇതിൽ ആദ്യം പറഞ്ഞ ശാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബുമാണ് ശരിയായിട്ടുള്ളത്. അതാണ് ശരിയായ അഭിപ്രായം. ഫല്യുതിമ്മ സൗമഹു, അയാൾ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. കാരണം മറന്നുകൊണ്ട് സംഭവിച്ചു പോയാൽ അതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഈ പറഞ്ഞ തിന്നലും കുടിക്കലും പോലെ തന്നെയാണ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും. ഒരാൾക്ക് മറവി സംഭവിച്ചുകൊണ്ടാണ് എങ്കിൽ അയാൾക്കതുകൊണ്ട് പ്രശ്നമില്ല. മറിച്ച് അയാൾ എന്ത് വേണം? നോമ്പ് പൂർത്തീകരിക്കണം. പണ്ഡിതന്മാർ അതിന് തെളിവ് പിടിച്ച കാര്യം ഇമാം അൽ ഹാക്കിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്രക് എന്ന കിതാബിൽ വന്ന ഒരു പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഫ്തറ ഫി റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് മുറിയുന്ന വല്ലതും ചെയ്തു. മൻ അഫ്തറ എന്നാണ് പറഞ്ഞത്. മൻ അഫ്തറ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന ഏത് കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു പോയാൽ അയാൾ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അയാൾ നോമ്പ് ഖളാ കൂട്ടേണ്ടതില്ല, അതിന് പ്രായശ്ചിത്തമൊന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഗുണപാഠം. അഥവാ മറന്നുകൊണ്ട് ഒരു ഇബാദത്തിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ ആ ഇബാദത്ത് ഫസാദായി പോവുകയില്ല, ബാത്തിലായി പോവുകയില്ല. പ്രത്യേകിച്ച് നോമ്പിന്റെ കാര്യത്തിൽ വന്നതുപോലെ അതിൽപ്പെട്ടതാണ് പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിലുള്ള ദിക്റുകളോ ദുആകളോ അല്ലാത്ത പുറമെ നിന്നുള്ള വല്ല സംസാരവും ഒരാൾ സംസാരിച്ചു പോയാൽ, സാധാരണഗതിയിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഒരാൾ മറന്നുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംസാരിച്ചു പോയി. ചില ആളുകൾ ഇമാമിന്റെ അടുത്ത് വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ ചിലപ്പോൾ അറിയാതെ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു പോകും. റുക്കൂയിൽ പോവേണ്ടതിന് പകരം ഒരൊറ്റ പോകൂ സുജൂദിലേക്ക്. അപ്പൊ ചിലപ്പോൾ ചില ആളുകൾ സംസാരിച്ചു പോകും. ഇത് മറന്നുകൊണ്ട് അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. എന്നാൽ ഒരാൾ മനഃപൂർവ്വം നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് സംസാരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറവി എന്ന കാര്യം അത് അവന്റെ അടിമകളായ നമുക്ക് ഈ പറഞ്ഞ ഇളവുകൾ അതിന്റെ വിഷയത്തിൽ തന്നിട്ടുണ്ട്. അതാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഖദ് ഫഅൽതു എന്ന് പറഞ്ഞത്. അല്ലാഹു അത് സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു അത് നടപ്പിലാക്കും. അല്ലാഹു പിടികൂടുകയില്ല, അല്ലാഹു ശിക്ഷിക്കുകയില്ല. ഒരാൾ മറന്നുകൊണ്ട് വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ. അതുകൊണ്ടാണ് നോക്കൂ, നിസ്കാരം തന്നെ ഉദാഹരണം എടുത്താൽ നിസ്കാരത്തിൽ വല്ല വാജിബാത്തും നിർബന്ധമായ വല്ലതും ഒരാൾ മറന്നുപോയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാവുകയുമില്ല, അയാൾക്ക് കുറ്റം കിട്ടുകയുമില്ല. മറന്നുകൊണ്ട് ഒരാൾ നിർബന്ധ കാര്യങ്ങൾ വല്ലതും ഉപേക്ഷിച്ചു, അയാൾക്ക് കുറ്റം കിട്ടൂല, നിസ്കാരം ബാത്തിലാവുകയുമില്ല. മറിച്ച് അയാൾ സഹുവിന്റെ മറവിയുടെ സുജൂദുകൾ ചെയ്താൽ മതി, സാധാരണ പോലെയായി. അയാളുടെ നിസ്കാരത്തിന് യാതൊരു പ്രയാസവും സംഭവിക്കുന്നില്ല. അപ്പൊ നോക്കൂ, അതേപോലെ തന്നെയാണ് ഹജ്ജിലും. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ വല്ല വീഴ്ചയും കുറവും ഒരാൾക്ക് സംഭവിച്ചു പോയാൽ അറവ് നടത്തൽ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറവിയുമായി ബന്ധപ്പെട്ട് അവന്റെ അടിമകൾക്ക് അവന്റെ ഔദാര്യം നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങൾ: ഒന്ന്, മറന്നുകൊണ്ട് നോമ്പുകാരൻ തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന വല്ല കാര്യങ്ങളും ചെയ്തു പോയാൽ അയാൾ നോമ്പ് പൂർത്തീകരിക്കണം. തിന്നലും കുടിക്കലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹുവാണ്
അയാൾക്കത് നൽകിയിട്ടുള്ളത്. അള്ളാഹു അയാളെ തിന്നിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ മസ്അലകളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇതാണ് ആറാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ഏഴാമത്തെ ഹദീസ് ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്നത്, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ പാഠം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്, സുദീർഘമായ ഒരു ഹദീസാണിത്. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, بينما نحن جلوس عند النبي صلى الله عليه وسلم إذ جاءه رجل فقال يا رسول الله هلكت. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലായിരിക്കെ ഇദ് ജാഅഹു റജുലുൻ, അവരുടെ അരികിലേക്ക്, ആ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലക്തു, ഞാൻ നശിച്ചു പോയിരിക്കുന്നു, ഞാനിതാ നശിച്ചിരിക്കുന്നു, ഞാൻ തൊലഞ്ഞു പോയിരിക്കുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക, എന്തു പറ്റി, എന്താണ് നീ നശിച്ചു എന്ന് പറയാനുള്ള കാരണം? ഖാല, അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിമുൻ. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ കാണാം, അസബ്തു അഹ്ലി ഫീ റമളാന. നബിയെ, ഞാൻ നോമ്പുകാരനായിരിക്കെ റമളാനിൽ എൻ്റെ കുടുംബവുമായി അഥവാ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. റമളാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ ആ സ്വഹാബി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഓടി വന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ഹലക്തു, ഞാൻ നശിച്ചു പോയിരിക്കുന്നു, ഞാൻ തൊലഞ്ഞു പോയിരിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹാ, നിന്റെ അടുക്കൽ അടിമയുണ്ടോ അതിനെ മോചിപ്പിക്കാൻ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ നിനക്ക് സാധിക്കുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീനൻ, 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ നിനക്ക് സാധിക്കുമോ, നിന്റെ അടുക്കലുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫമകസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈന നഹ്നു അലാ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അങ്ങനെ പോയി. കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കവേ, ഊതിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഖിൻ ഫീഹി തംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു കൊട്ട കൊണ്ടുവരപ്പെട്ടു. ഫീഹി തംറുൻ, ആ കൊട്ടയിൽ കാരക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്. വൽ അറഖു അൽ മിക്തലു, അൽ അറഖ് എന്ന് പറഞ്ഞാൽ അൽ മിക്തൽ അഥവാ കൊട്ട, ഈത്തപ്പഴം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു കൊട്ടക്കാണ് അൽ അറഖ് എന്ന് പറയുക. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സായിൽ, നേരത്തെ വന്ന ആ ചോദ്യം ചോദിച്ച ആളെവിടെ? ഖാല, അദ്ദേഹം പറഞ്ഞു, അന, നബിയെ, ഞാൻ ഇവിടെ ഉണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദ് ഹാദാ ഫതസദ്ദഖ ബിഹി, ദാ ഇതെടുത്തോളൂ,
എന്നിട്ട് നീ സ്വതക്ക നൽകിക്കോളൂ, അഥവാ നിന്റെ തെറ്റിനുള്ള പ്രായശ്ചിത്തമായി നീ ഇത് കൊടുത്തോളൂ. ഫഖാല റജുൽ, ഇത് കേട്ടപ്പോൾ ആ സഹാബി, ആ വ്യക്തി, അദ്ദേഹം പറഞ്ഞു, അല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നേക്കാൾ ദരിദ്രനായ ആരെങ്കിലും ഉണ്ടോ? ഫവല്ലാഹി മാ ബൈന ലാബതൈഹാ യുരീദുൽ ഹറതൈനി അഹ്ലു ബൈത്തിൻ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി. അല്ലാഹുവാണ്, അയാളുടെ, ആ വ്യക്തിയുടെ ഗ്രാമം ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഉള്ള ആ സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, എന്നേക്കാൾ ദരിദ്രനായ മറ്റാരുമില്ല നബിയെ. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് അനിയാബുഹു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേറ്റപ്പല്ലുകൾ, അതല്ലെങ്കിൽ അണപ്പല്ലുകൾ, അത് വെളിവാകുന്നത് വരെ അവിടുന്ന് ചിരിച്ചുപോയി. സുമ്മ ഖാല, എന്നിട്ട് ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇംഹു അഹ്ലക്, ആ ഈത്തപ്പഴം നിന്റെ കുടുംബത്തിന് തന്നെ നീ ഭക്ഷിപ്പിച്ചു കൊള്ളുക. സുദീർഘമായ വലിയ ഒരു ഹദീസാണിത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിലേക്ക് വന്ന വ്യക്തിയെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ പേര് സലമത്തു ഇബ്നു സഖ്റിൻ അൽ ബയാദിയു. സലമ ഇബ്നു സഖർ അൽ ബയാദി എന്ന വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ആ വ്യക്തി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഹലക്തു, നബിയെ, ഞാൻ നശിച്ചുപോയി, ഞാൻ തൊലഞ്ഞുപോയി. കാരണം റമളാനിന്റെ പകലിൽ അദ്ദേഹം അരുതാത്തത് ചെയ്തുപോയി. വഹലക്തു എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, നോമ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, നോമ്പ് ഫസാദാക്കി കളയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, അഥവാ ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പുകാരനായി കഴിഞ്ഞുകൂടുക എന്നുള്ളത്, പല കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, അവന് കോപമുണ്ടാക്കുന്ന ഒരു തെറ്റിൽ ഏർപ്പെട്ടു എന്ന കുറ്റബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഹലക്തു, നബിയെ, ഞാൻ നശിച്ചുപോയി. കാരണം അള്ളാഹുവിനെ ഒരാൾ ധിക്കരിച്ചാൽ, അള്ളാഹുവിന്റെ കോപം ഒരാൾ ഏറ്റുവാങ്ങിയാൽ അയാൾ നശിച്ചത് തന്നെ. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ മനഃപൂർവ്വം തെറ്റ് ചെയ്യുക, തെറ്റിലേക്ക് വീഴുക എന്നുള്ളത് നശിക്കാൻ അത് മതിയായതാണ്. അതാണ് അദ്ദേഹം പേടിച്ച് വലിയ പ്രയാസത്തിൽ വന്നു പറഞ്ഞത്. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ എന്താണ് അതിനുള്ള പ്രതിവിധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനത്തിന് പ്രായശ്ചിത്തം പറഞ്ഞു കൊടുക്കാൻ, അതാണ് ഇനിയുള്ള ഭാഗം. എന്താണ് പ്രായശ്ചിത്തം? ഒന്നാമത്തെ പ്രായശ്ചിത്തം അവിടുന്ന് ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹാ, അടിമ ഉണ്ടോ നിന്റെ അടുക്കൽ, ആ അടിമയെ മോചിപ്പിക്കാൻ. ഒന്നാമത്തെ പ്രായശ്ചിത്തം എന്നത് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാൾ റമളാനിന്റെ പകലിൽ തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്കുള്ള ഒന്നാമത്തെ പ്രായശ്ചിത്തം, കഫാറത്ത്, ഒരടിമയെ മോചിപ്പിക്കണം. ഇത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ അതില്ല, അടിമയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കഫാറത്ത് പറഞ്ഞു കൊടുക്കാൻ. ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹറൈനി മുതതാബിഐനി, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ നിനക്ക് സാധിക്കുമോ? 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം, അതിന്റെ ഇടയിൽ വിട്ടുപോകാൻ പാടില്ല. ഒരാൾ 1 മാസം എടുത്തു, 31ാമത്തെ ദിവസം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 31 എണ്ണ, പിന്നെയോ
1 മുതൽ പിന്നെ എണ്ണണം. ഇടയിൽ വീണുപോയാൽ, ഒഴിവായി പോയാൽ ആദ്യം മുതൽ വീണ്ടും എടുക്കണം. അതാണ് ഇതിന്റെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്കതിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ പ്രായശ്ചിത്തം കഫാറത്ത് പറഞ്ഞു കൊടുക്കാൻ, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീനൻ, 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ നിന്റെ അടുക്കൽ ഉണ്ടാകുമോ? ഭക്ഷണം നൽകാൻ നിനക്ക് സാധിക്കുമോ? അതിനും അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല. അപ്പൊ നോക്കൂ, ഇതാണ് സഹോദരങ്ങളെ 3 രൂപത്തിലുള്ള കഫാറത്ത്. പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞു അൽ കഫാറത്തുൽ മുഗല്ലള, കടുത്ത പ്രായശ്ചിത്തമാണ്. കാരണം റമളാനിന്റെ പകലിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ഹലക്തു എന്ന് പറയാനുള്ള കാരണം ഒരാൾ നശിക്കാൻ അത് മതിയായതാണ്. റമളാനിന്റെ പകൽ, പവിത്രമായ പകൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെട്ട മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അതിർവരമ്പുകൾ ലംഘിക്കുക എന്നുള്ളത് കഠോരമായ ഒരു കാര്യമാണ്, കടുത്ത അപരാധമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള ശിക്ഷയും പ്രായശ്ചിത്തവും കടുത്തതായിരിക്കും. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തേത് അടിമയെ മോചിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ അടിമ ഇല്ല, നമുക്കറിയാം. അടിമ സമ്പ്രദായം ഇല്ല എന്നുള്ളത് കൊണ്ട് 2ാമത്തെ കാര്യമാണെന്ത്? 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇടവിട്ടു പോയാൽ വീണ്ടും ആദ്യം മുതലേ അയാൾ എണ്ണേണ്ടി വരും, എണ്ണി തുടങ്ങേണ്ടി വരും. അത് വളരെ ഗൗരവമാണ്. ഇതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, ദുർബലനാണ്, അയാൾക്ക് എടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അടുത്ത കാര്യം അതെന്താണ്? 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകലാണ്. സഹോദരങ്ങളെ, ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റമളാനിന്റെ പകൽ അത് പവിത്രതയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളും അതല്ലാത്തതും അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിലും റമളാനിന്റെ പകലിൽ പ്രത്യേകിച്ച് നമ്മൾ ഏർപ്പെടാൻ പാടില്ല. പൊതുവെ എല്ലാ കാലത്തും എല്ലാ സമയത്തും സദാസമയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന് ഇബാദത്ത് ചെയ്യലും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കലുമാണ്. തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി മുറ പോലെ നിർവഹിക്കുകയും വേണം. ഇതെല്ലാ കാലത്തും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം ചില സന്ദർഭങ്ങൾ, അതിന് പ്രത്യേകമായ അവസ്ഥകളുണ്ട്. ഇപ്പോ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ, നമ്മൾ റജബ് മാസം, അതുപോലെയുള്ള അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ, ആ മാസങ്ങളെക്കുറിച്ച് 4 മാസങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്. ആ മാസങ്ങളിൽ 4 മാസങ്ങളിൽ മാത്രമാണോ? അല്ല, എല്ലാ മാസങ്ങളിലും അത് ബാധകമാണ്. പക്ഷേ പ്രത്യേകം 4 മാസങ്ങൾ പറയാനുള്ള കാരണം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളാണ്. പവിത്രമായ സ്ഥലങ്ങൾ, ഹറമുകൾ, മസ്ജിദുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരാൾ തെറ്റ് ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും പുറമെ നിന്ന് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. പവിത്രമായ സ്ഥലങ്ങൾക്ക് കൂടുതൽ പരിഗണനയുണ്ട്. പൊതുവെ എല്ലാ കാലത്തും സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് റമളാനിന്റെ പകൽ അത് പവിത്രമാണ്. ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കേണ്ട സമയങ്ങളാണ് റമളാനിന്റെ പകൽ. അതിൽ ഒരാൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിക്കുക എന്നത് ഗുരുതരമായ അപകടമാണ്.
ഈ 3 കാര്യങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നതല്ല. 3 എണ്ണം പറഞ്ഞു കൊടുത്തിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ചെയ്തോളൂ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആദ്യത്തത് അടിമ ഉണ്ടെങ്കിൽ അടിമയെ മോചിപ്പിക്കലാണ്. അടിമ ഇല്ല എങ്കിൽ രണ്ടാമത്തത്. അതിനൊരാൾക്ക് സാധിക്കുകയില്ല, പ്രയാസമുണ്ടാകും, ദുർബലനാണ് എങ്കിൽ മാത്രമേ മൂന്നാമത്തതിലേക്ക് ഒരാൾക്ക് കടക്കാൻ പാടുള്ളൂ. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു മസ്അലയാണ്, ഒരു ഹദീസാണിത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു സമയം കഴിഞ്ഞു. ഫമകസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈന നഹ്നു അലാ ദാലിക് ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഖിൻ ഫീഹി തംർ. നമ്മൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവരപ്പെട്ടു. ആ കൊട്ട വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇത് സ്വതക്കയായി കൊടുക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണെന്ത്? സാധുക്കൾക്ക് 60 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത്. ആ നിലക്ക് ഇയാൾ മൊത്തത്തിൽ ദുർബലനായതുകൊണ്ട് ഈ ഉള്ളതിൽ നിന്നെങ്കിലും സ്വതക്ക കൊടുത്ത് അദ്ദേഹത്തോട് കഫാറത്തായി അത് വീട്ടാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. എന്താണ് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നേക്കാൾ ദരിദ്രനായ ആരാണുള്ളത്? എന്നേക്കാൾ ദരിദ്രനായ പാവപ്പെട്ട വേറെ ആരാണുള്ളത്? ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങേയറ്റം ദരിദ്രനായിരുന്നു, ഒന്നും കയ്യിലില്ലാത്ത ദരിദ്രനായിരുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണെന്ത്? ഫവല്ലാഹ്, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവാണ് മാ ബൈന ലാബതൈഹ യുരീദുൽ ഹറതൈനി. അൽ ഹറതൈനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഗ്രാമം അഥവാ മദീനയുടെ 2 ഭാഗങ്ങൾ, അതിന്റെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും. അപ്പോൾ ഈ 2 ഭാഗം, ആ 2 ഭാഗങ്ങൾക്കിടയിൽ, 2 വലിയ മലമടക്കുകൾക്കിടയിൽ ഉള്ള ഒരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. ആ ഗ്രാമത്തിൽ എന്നേക്കാൾ ഒരു ദരിദ്രനോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാ ബൈന ലാബതൈഹ അഹ്ലു ബൈത്തിൻ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി. നബിയേ, എന്റെ കുടുംബത്തെക്കാൾ എന്നേക്കാൾ ദരിദ്രനായ ആരാണ് ആ നാട്ടിലുള്ളത്? അത്രയും ദരിദ്രനായിരുന്നു അദ്ദേഹം. ഫളഹിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ചിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുക എന്നത് സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടേനും കേട്ടേനും തോന്നിയതുപോലെ ചിരിക്കുകയും ചെയ്യുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവിടുത്തെ ചിരി ഏതുവരെ അവിടുന്ന് ചിരിച്ചു? ഹത്താ ബദത് അനിയാബുഹു. അവിടുത്തെ തേറ്റപ്പല്ലുകൾ, അതല്ലെങ്കിൽ അണപ്പല്ലുകൾ, അത് വെളിവാകുന്നത് വരെ അവിടുന്ന് ചിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ടാണ്. ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടല്ല ചിരിച്ചത്, നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ചിരിക്കുക എന്നതല്ല, മറിച്ച് അദ്ദേഹം വന്ന രംഗവും ഇപ്പോൾ അദ്ദേഹം ഉള്ള അവസ്ഥയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിരി വന്നതാണ്. എങ്ങനെയാണ് അദ്ദേഹം വന്നത്? പേടിച്ചു വിറച്ച് ആകെ പ്രയാസത്തിലായിരുന്നു അദ്ദേഹം വന്നത്. അത്ര പേടിച്ചിട്ടാണ് അദ്ദേഹം അവിടത്തേക്ക് വന്നത്. പക്ഷെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഈ കാരക്ക, ഈത്തപ്പഴം, അതിന്റെ കൊട്ട എടുത്തിട്ട് സ്വതക്ക കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. അദ്ദേഹത്തിന്റെ അവസ്ഥ നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആശ്വാസമായി, സമാധാനത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നേക്കാൾ ഒരു ദരിദ്രൻ വേറെ ആരാണുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവസ്ഥകൾ പറയുകയും
ചെയ്യുകയുണ്ടായി. അപ്പൊ അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിരി വന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അത്ഇബ്ഹു അഹ്ലക്, അത് നീ നിന്റെ കുടുംബത്തിന് തന്നെ കൊടുത്തോളൂ, നിന്റെ കുടുംബത്തിന് തന്നെ നീ ഭക്ഷിപ്പിക്കുക. കാരണം കൊടുക്കാൻ വേറെ ദരിദ്രരൊന്നുമില്ല, വേറെ പാവപ്പെട്ട ആളുകളൊന്നുമില്ല, അങ്ങേയറ്റം ദരിദ്രനാണ് ഈ വ്യക്തി തന്നെ. അപ്പൊ അത് നിന്റെ കുടുംബത്തിന് തന്നെ കൊടുത്തോളൂ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അവിടെ ഒരു മസ്അല പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് കഫാറത്തുണ്ട്, ഒരാൾക്ക് ഇതുപോലെ വല്ല പ്രായശ്ചിത്തവുമുണ്ട്. അപ്പൊ അത് മറ്റുള്ള ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. അവനവന്റെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ പാടില്ല, ഒരു മസ്അലയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത് പ്രത്യേകമായ ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന് ദുർബലതയുണ്ട്, അദ്ദേഹം അങ്ങേയറ്റം ദരിദ്രനാണ്. മാത്രമല്ല അദ്ദേഹം ഈ തമ്ര് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഇദ്ദേഹത്തെക്കാൾ ഒരു ദരിദ്രനെ കാണണ്ടേ, അതാണെങ്കിൽ ആ നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണ്. പൊതുവെ ഒരാൾക്ക് കഫാറത്തുണ്ടെങ്കിൽ നമുക്ക് നിയമം എന്താണ്? നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇത് മറ്റുള്ള ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈ ഹദീസിലുള്ള ഒരു മസ്അലയാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വ്യക്തിക്ക് ഈ ഈത്തപ്പഴം, ഈ കാരക്കയുടെ കൊട്ട, അത് സ്വതക്ക കൊടുക്കാൻ പറഞ്ഞു. ഇനി അതിന് സാധിക്കുന്നില്ല, വേറൊരു ദരിദ്രരൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന് അതോടുകൂടി അദ്ദേഹം ചെയ്ത ആ അബദ്ധത്തിന് പ്രായശ്ചിത്തമായോ, അതല്ല ഇനി അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ബാക്കിയുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കഫാറത്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ മേൽ നിന്ന് അത് ഒഴിവായിട്ടില്ല. വേറൊരു വിഭാഗം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേൽ ഇനി ബാധ്യതകളൊന്നുമില്ല, അത് ദുർബലത കാരണത്താൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. കാരണം അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ നിബന്ധനകളൊന്നും വെച്ചില്ല. ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ചെയ്തോ, തൽക്കാലം ഇതെടുത്തോ എന്നല്ല പറഞ്ഞത്. മറിച്ച് അതോടുകൂടി ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, ആ സഹാബിയോട് പറഞ്ഞത്, അത്ഇബ്ഹു അഹ്ലക്, നിന്റെ കുടുംബത്തിന് നീ അത് കൊടുത്തോളൂ എന്നതാണ്. സഹോദരങ്ങളെ, ഇതാണ് ഈ ഹദീസ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിക്കാം. ഒന്നാമത്തേത്, റമളാനിന്റെ പകൽ പവിത്രമാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബദ്ധങ്ങൾ സംഭവിക്കാതെ, തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരാൾ ഇങ്ങനെ തെറ്റ് ചെയ്താൽ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അയാൾ കഫാറത്ത് കൊടുക്കണം. അയാൾക്കതിന് പ്രായശ്ചിത്തമുണ്ട്. കാരണം അയാൾ ഗുരുതരമായ ഒരു തെറ്റിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതും തർത്തീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ആദ്യത്തേത് ഒരടിമയെ മോചിപ്പിക്കണം, രണ്ടാമത്തേത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിനും സാധിച്ചില്ലെങ്കിലാണ് 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിലുള്ള ഗുണപാഠം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവം ഈ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തി വന്നിട്ട് അദ്ദേഹം ചെയ്തു പോയ അബദ്ധം, തെറ്റു പറഞ്ഞപ്പോൾ അയാളെ, ആ വ്യക്തിയെ വിരട്ടി ഓടിച്ചില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വളരെ സൗമ്യമായി കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഒരു തെറ്റ് കണ്ടാൽ, ഒരു അബദ്ധം കണ്ടാൽ അതിനെ തിരുത്തുന്നതിന് നമുക്ക് ചില മാതൃകയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു ഈ വിഷയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തെ ആട്ടി ഓടിക്കാനോ വിരട്ടാനോ ഒന്നും നിന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറ്റിയെന്ന് ചോദിച്ചു. അദ്ദേഹം കാര്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ പ്രായശ്ചിത്തം പറഞ്ഞു കൊടുത്തു. നിന്റെ അടുത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കുമോ? അത് നല്ല ഒരു അധ്യാപനത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവത്തിൽ പെട്ട അനേകം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണിത്. ഇത് നമുക്കും ബാധകമാണ്. ഒരാൾ ഒരു അബദ്ധം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നേർക്ക് നേരെ കാണുകയാണ്. അപ്പം അതിനെ ഇൻകാർ ചെയ്യുമ്പോൾ, അതിനെ തിരുത്തുമ്പോൾ വളരെ സൗമ്യമായി തിരുത്തണം, വളരെ മാന്യമായി സൗമ്യമായി തിരുത്തണം. അതിനുള്ള തെളിവാണ് ആറാബി പള്ളിയിൽ മൂത്രമൊഴിച്ച സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ആ പള്ളി മൂത്രയിക്കാനുള്ളതല്ല, നിസ്കരിക്കാനും ദിക്ർ ചെല്ലാനും അതുപോലുള്ള കാര്യങ്ങൾക്കുള്ളതാണ്. അതിനോളം വരുന്ന ഒരു അബദ്ധം ഈ കാലത്ത് ഒരാൾ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പള്ളിയിൽ വന്നിട്ട് ഒരാൾ മൂത്രയിക്കൂലല്ലോ. അതിൽ താഴ്ന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ നമ്മൾ കാണുമ്പോൾ എത്ര സൗമ്യമായിട്ടാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പടിപടിയായി പറഞ്ഞു കൊടുത്തു. ഇതൊന്നും ഇല്ലാതെ പറഞ്ഞപ്പോൾ ഒന്നും പറ്റാണ്ട് പിന്നെ നീ അതൊന്നും ചോദിച്ചില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല അധ്യാപനത്തെക്കുറിച്ചാണ്. അവിടുന്ന് 3 കാര്യങ്ങളും അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് ദേഷ്യം പിടിക്കാനോ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അദ്ദേഹത്തോട് കോപിക്കാനോ ഒന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നില്ല. മറിച്ച് ഹദീസ് നോക്കൂ നിങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതാണ്, ഫമകസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം കഴിച്ചു കൂട്ടി. എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നവരെ അവിടുന്ന് മിണ്ടാതിരുന്നു. എന്നിട്ട് അവിടുത്തെ സദസ്സിൽ അവിടത്തേക്ക് കൊണ്ടുവന്നാണ് ആ തംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് അവിടത്തേക്ക് കൊണ്ടുവരപ്പെട്ടതാണ് ആ ഈത്തപ്പഴത്തിന്റെ കൊട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. പ്രയാസത്തോടുകൂടി, വിഷമത്തോടുകൂടി, ദുഃഖഭാരത്തോടുകൂടി വന്ന ഒരാളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു. അവിടുന്ന് അത് കണ്ടിട്ട് ചിരിക്കുക പോലും ചെയ്തു എന്നതാണ്. ഈ ഹദീസിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. അതിൽപ്പെട്ടതാണിത്. എല്ലാ മേഖലയിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു നൽകുമാറാവട്ടെ. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു ഗുണപാഠം, ഒരാളൊരു തിന്മ ചെയ്തു, ഒരു അബദ്ധം ചെയ്തു, ഒരു പാപം ചെയ്തു. അയാൾ എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ, അയാൾ തൗബ ചെയ്തു വന്നാൽ, കുറ്റബോധത്തോടുകൂടി അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ വിരട്ടാനോ ആട്ടി ഓടിക്കാനോ പാടുള്ളതല്ല. മറിച്ച് അയാൾക്ക് തൗബ ചെയ്യാനുള്ള, നന്നാവാനുള്ള, അതിനുള്ള പ്രായശ്ചിത്തം പറഞ്ഞു കൊടുക്കണം. ഇത് സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരാൾ അബദ്ധം സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു, വലിയ ഗുരുതരമായ തെറ്റായിരിക്കും, അടുത്ത തെറ്റായിരിക്കും. പക്ഷെ അയാൾക്ക് കുറ്റബോധം തോന്നി തിരിച്ചു മടങ്ങാൻ ഉദ്ദേശിച്ചാൽ ഈ വണ്ട് അങ്ങനെയല്ലേ, ഈ വണ്ട് ഇങ്ങനെയല്ലേ എന്നൊന്നും പറഞ്ഞ് അയാൾ ആക്ഷേപിക്കരുത്. അയാൾക്ക് അതിനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. തൗബ ചെയ്ത് നന്നാവാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. ചില ആളുകളൊക്കെ കുറേ കാലം കൂടിയിട്ട് ഒരാളെ പള്ളിയിൽ കണ്ടാൽ, നിങ്ങൾ പള്ളിയിലോ എന്ന് ചോദിച്ചാൽ പിന്നെ ആ മനുഷ്യൻ ജീവിതത്തിൽ പള്ളിയിലേക്ക് വരില്ല. നമ്മൾ കാരണം ഒരാൾ നശിച്ചു പോകരുത്, വീണ്ടും തെറ്റിലേക്ക് പോകരുത്. ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം മദ്യപാനിയായിരുന്ന ഒരാൾ മസ്ജിദിലേക്ക് വന്നപ്പോൾ നീ പള്ളിയിലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും തിരിച്ച് മദ്യപാനത്തിലേക്ക് തന്നെ പോയി, അല്ലെങ്കിൽ തിന്മയിലേക്ക് തന്നെ പോയി എന്ന് പറയപ്പെട്ടതായി നമുക്ക് കാണാം. നമ്മുടെ ഒരു വാക്കായിരിക്കും, നമ്മുടെ ഒരു മോശമായ ഒരു പ്രവൃത്തിയായിരിക്കും, ഒരു പെരുമാറ്റമായിരിക്കും അയാളെ ജീവിതകാലം മുഴുവനും നശിക്കുന്ന രൂപത്തിൽ തള്ളിവിടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മൾ കാരണം ഒരാൾ നന്നാവുക എന്നതാണ്
നമുക്ക് പുണ്യകരമായ കാര്യം. നമ്മൾ കാരണം ഒരാൾ മോശമായി പോകരുത്, ഒരാൾ തെറ്റിപ്പോകരുത്. ഒരാളെ ഹിദായത്തിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാളെ വലാലത്തിലാക്കാൻ നമ്മൾ ഒരിക്കലും പണിയെടുക്കരുത്, അറിഞ്ഞോ അറിയാതെയോ. ചില ആളുകൾ നന്മയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും, പക്ഷേ ആ നന്മയോടുള്ള താല്പര്യം ഒരു പക്ഷേ തിന്മയിലേക്ക് എത്തിപ്പെടും. ചില ആളുകൾ പറയാറുള്ളത് പോലെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയാറുണ്ട്. ആൾ ഉദ്ദേശിക്കുന്നതല്ലായിരിക്കും, പക്ഷേ ചെയ്ത ഫലം ദുഷ്ടന്റെ ഫലമായി പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഹദീസിൽ അതിനും പാഠമുണ്ട്. റമളാനിന്റെ പകലിൽ, പവിത്രമായ ഒരു പകലിൽ ഒരു തിന്മ ചെയ്തിട്ട് വന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പെരുമാറിയ ആ പെരുമാറ്റത്തിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. അതുപോലെ അവസാനമായി മറ്റൊരു ഗുണപാഠം പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ഹദീസിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വഖഅതു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അസബ്തു, അഥവാ ജിമാഅ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ജിമാഅ് സംഭവിക്കണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, എന്നാലേ ഈ പറഞ്ഞ കഫാറത്ത് നിയമം ബാധകമാകുന്നുള്ളൂ. അതിന്റെ മുഖദ്ദിമാത്തുകൾ, ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള കഫാറത്തൊന്നും ബാധകമല്ല. ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നുള്ളൂ. അതിന്റെ മുഖദ്ദിമകൾ ഒരാളെ നോമ്പ് മുറിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുമെങ്കിൽ അതിൽ നിന്ന് അയാൾ മാറി നിൽക്കണം, വിട്ടു നിൽക്കണം എന്നുള്ളത് മറ്റൊരു മസ്അലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ വന്ന് ഭാര്യയെ ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തില്ല. നോമ്പ് കാലത്ത് വേറൊരാൾ വന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നത് അവനവനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഹദീസിൽ ഈ ഒരു ഗുണപാഠം കൂടിയുണ്ട്. ജിമാഅ് സംഭവിച്ചാൽ കഫാറത്തുൻ മുഗല്ലള, പ്രത്യേകം ശ്രദ്ധിക്കണം, ഗുരുതരമായ കടുത്ത പ്രായശ്ചിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 7 ഹദീസുകളാണ് അദ്ദേഹം കിതാബു സിയാമിലെ ആദ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഹദീസുകൾ അദ്ദേഹം ചില ഹെഡിങ്ങുകൾ കൊടുത്ത് തരംതിരിച്ചതായി നമുക്ക് കാണാം. അടുത്തതായി ബാബുൻ അസ്സൗമു ഫിസ്സഫരി വഗൈരിഹി എന്നാണ്. യാത്രയിലും അതല്ലാത്തപ്പോഴുമുള്ള നോമ്പിനെ കുറിച്ചാണ് ഇനി അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടുത്ത ഹദീസ് മുതൽ യാത്രക്കാരന്റെ നോമ്പ്, അപ്പോൾ യാത്രക്കാരൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചില മസ്അലകളാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ 7 ഹദീസുകളും സഹോദരങ്ങളെ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്, നോമ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പുകാലത്ത് അത്താഴത്തിന് മുന്നേ ഒരാൾക്ക് അശുദ്ധിയായി അത്താഴത്തിന് ശേഷം കുളിച്ചാൽ മതി എന്ന മസ്അല പറഞ്ഞു. അതുപോലെ മറന്നുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം, അതുപോലെ ഒരാൾ റമളാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഭാര്യയുമായി, അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾക്കുള്ള പ്രതിവിധികൾ, പ്രായശ്ചിത്തം എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ആകെത്തുക. വല്ലാഹു തആല അഅല വ അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അല്ലാഹു അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.